എല്ലാ ദിവസവും പ്രേക്ഷകർ പലരും ആവശ്യപ്പെടാറുണ്ട്, നമ്മളും ആഗ്രഹിക്കാറുണ്ട് പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങണമെന്ന്. കാരണം പിന്നീട് ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. പക്ഷെ പലപ്പോഴും അപകട വാർത്തകളിലൊക്കെയാണ് നമുക്ക് തുടങ്ങേണ്ടി വരാറ്. പക്ഷെ ഇന്ന് വാശിയോടെ നമുക്കൊരു പോസിറ്റീവ് റിപ്പോർട്ടിൽ തന്നെ തുടങ്ങാം. രാവിലെ പഠിച്ച തിയറി വൈകുന്നേരം പ്രാക്ടിക്കലാക്കി കണ്ണൂർ ചൊക്ലി VP ഓറിയന്റൽ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനികൾ. കടയ്ക്ക് മുന്നിൽ കുഴഞ്ഞു വീണ യുവതിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷകരായത് 3 കുഞ്ഞു കുട്ടികളാണ്. ഐഷ അലോന, ഖദീജ കുബ്ര, നബീസത്തുൽ മിസിരിയ എന്നിവരാണ് 3 മിടുക്കികൾ. അവരോട് ഞങ്ങളുടെ കുട്ടി അഞ്ജലി പ്രിയദാസ് സംസാരിച്ചു. അതിലേക്ക്. CCTV ദൃശ്യങ്ങൾ ഇന്നലെ ചൊക്ലി ടൗണിൽ വെച്ച് കുഴഞ്ഞു വീണ ഒരു യുവതിക്ക് രക്ഷകരായ 3 6ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങളാണ്. ഈ 3 പേരുടെ കൂടിയാണ് ഞാനിപ്പോൾ ഉള്ളത്. VT ഓറിയന്റൽ സ്കൂളിലെ കുട്ടികളാണ്. ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീഴുന്ന കണ്ടപ്പോൾ പെട്ടെന്ന് അവർ സ്പോണ്ടേനിയസ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് ചെയ്തു. നമ്മൾ PT കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഇങ്ങനെ വരുന്നതിന് ദാഹിച്ചിട്ടാണ് വരുന്നത്. അപ്പാടാ ഇവളെ കൂക്കി കേട്ട് ഇവര് ബാക്കിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ. അപ്പം ഇവളെ കൂക്കി കേട്ട് അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഓലിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരിങ്ങനെ ഒന്നും നോക്കുന്നില്ല. ഓലിങ്ങനെ നോക്കിയിട്ട് എന്തല്ലോ പറയുന്നത്. ഓലൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ അപ്പാട് നമ്മൾ നോക്കിയാൽ അപ്പാട് അങ്ങ് കുഴഞ്ഞ് വീണ്. ഞാനും നഫീസ് ഖദീജനെ വിളിച്ച് ഓടി വന്നു. എന്നിട്ട് നമ്മൾ ഓലെ ഇവൾ കൈ നല്ലോണം കാല് നല്ലോണം തടി കൊടുത്തു. നമ്മൾ കൈയും തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു 5 പ്രാവശ്യം ഇങ്ങനെ നെക്കി കൊടുത്ത് കൈൻ്റെ ഇടയിൽ ചൂട് പിടിപ്പിച്ചു കൊടുത്തു നമ്മൾ. എന്നിട്ട് ഓൾക്ക് മെല്ലനെ ബോധം വന്നു. ഇവിടെ കുറേ പ്രാവശ്യം നെക്കിയപ്പോൾ ഓൾക്ക് ബോധം വന്നത്. അപ്പാടെ നമ്മൾ ചോദിച്ചു വെള്ളം വേണം. അപ്പോൾ ചേച്ചി പറഞ്ഞു വെള്ളം വേണ്ട പറഞ്ഞു. നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ ആക്കി കൊടുത്തു. ഇവള് JRC കുപ്പായിട്ടത്. അപ്പോൾ അവിടുത്തെ ഒരാൾ ചോദിച്ചു നീ ഡോക്ടറാണോ ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു ഡോക്ടറല്ല, ഞാൻ സ്കൂളിലത്തെ JRC. അപ്പം പറയും സ്കൂളിലത്തെ കുട്ടികളാണോ? സ്കൂളിലത്തെ കുട്ടികളെ ആയാലും ഇങ്ങനെ വേണം, ഇതാണ് ശരിക്കത്തെ സ്കൂൾ കുട്ടികൾ. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? നമുക്ക് രാവിലെ സാർ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് പഠിപ്പിച്ചു തന്നേനു. എന്നിട്ട് ഇതേപോലെ കാണിച്ചെന്ന് ഇങ്ങനെ ആരും ഇങ്ങനെ വീണാൽ ഇങ്ങനെ ചെയ്തു കൊടുക്കണം, ചൂട് പിടിപ്പിച്ചു കൊടുക്കണം, ഓരോ കാര്യം പഠിപ്പിച്ചു തന്നേനെ. എന്താ പറഞ്ഞത്? എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? പ്രഥമ ഫസ്റ്റ് എയ്ഡ്. എന്നിട്ട് നമ്മളെ സാറ് പറഞ്ഞു എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ആരെങ്കിലും ബോധം കെട്ടാലോ എന്ത് ഇതാക്കിയാലും മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ കഥയിലുണ്ട് സാറ്. എന്താ സാർ എന്തൊക്കെയാ പഠിപ്പിച്ചു കൊടുത്തേ? തീർച്ചയായും ഏറെ അഭിമാനം തോന്നിയ നിമിഷമാണ്. കാരണം നമ്മൾ ഒരു തിയറിറ്റിക്കൽ ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് പ്രാക്ടിക്കൽ ആക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സ്പോണ്ടാനിയസ് ആയിട്ട് നമ്മളത് ആക്ട് ചെയ്യണം. അവർ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വളരെ നല്ല ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞതുപോലെ പഠിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുക, അത് വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കഴിവ്. ഇതെന്തായാലും ഈ 3 മിടുക്കികൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർക്കിപ്പോൾ അത് അഭിനന്ദനമൊക്കെ കഴിഞ്ഞ ഒരു കയ്യിൽ ഇവിടെ സ്കൂളിൽ നിന്ന് അനുമോദന ചടങ്ങൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ബിജു ചെറുകുന്നതിനൊപ്പം അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. എന്താണ് പ്രഥമ ശുശ്രൂഷ? ആ കുട്ടികൾ ഈ റിലേ ഓട്ടം പോലെയാണ്, ഈ ബാറ്റൺ കൈമാറുക എന്ന് പറഞ്ഞാൽ. വർത്തമാനം പറയുന്നത് പോലും ഒരാൾ സംസാരിച്ച് നിർത്തുന്നതിന് മുമ്പ് അടുത്ത ആളിലേക്ക് പോവുകയാണ്. ഒരു ഹാർമണി, സിംഫണി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നിലയിലാണ്.